നമ്മളിന്ന് എടുക്കാൻ പോണത് ക്യാം പ്രൊഫൈൽ. ഓക്കെ, ഇപ്പോൾ DMEയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ് ക്യാം പ്രൊഫൈൽ. അത് മൂന്നാമത്തെ മൊഡ്യൂൾ, തേർഡ് മൊഡ്യൂളിൽ വരുന്നൊരു പോർഷനാണ് ക്യാം പ്രൊഫൈൽ. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് തിയറി പാർട്ടുകളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 1 മുതൽ 4 മൊഡ്യൂൾ വരെയുള്ള തിയറി പാർട്ടുകൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ പ്രോബ്ലംസിൽ കിടക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് ക്യാം പ്രൊഫൈൽ. കാരണം അത് നിർബന്ധമായിട്ട് നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതുവരെ വന്നിട്ടുള്ള സംഗതിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്യാം പ്രൊഫൈലിലേക്ക് കിടക്കുമ്പോൾ ഇപ്പോൾ മിക്കവാറും നമ്മുടെ എപ്പോഴും ചോദിക്കുക ഒരു ക്യാമിൻ്റെ പ്രൊഫൈൽ കൺസ്ട്രക്ട് ചെയ്യാൻ. ഓക്കെ, അപ്പം കൺസ്ട്രക്റ്റ് എ ക്യാം പ്രൊഫൈൽ എന്നാണ് ഈ ചോദ്യം വരിക. ഇപ്പോൾ ക്യാം പ്രൊഫൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ട് ഈ ഒരു ഷേപ്പ് ഇങ്ങനെ ഉണ്ടാവും സംഭവം. അപ്പോൾ ഈ ഒരു സംഭവം വരച്ചെടുക്കുക, നമ്മൾ പ്രോപ്പർ ഡയമെൻഷൻസ് യൂസ് ചെയ്തിട്ട് വരച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഈ ഒരു അസൈൻമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ഡാറ്റാസ് തരും. അപ്പോൾ ആ ഡാറ്റാസ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. അത് വെച്ചിട്ട് നമ്മൾ ഒരു പ്രൊഫൈൽ കൺസ്ട്രക്ട് ചെയ്യുന്നത്, അതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് ക്യാം പ്രൊഫൈലിൽ ഇപ്പോൾ ഒരു ഫോളോവർ ഉണ്ട്. അപ്പോൾ ആ ഫോളോവർ നമ്മൾ ഈ ഒരു ക്യാം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പം എന്താവും, ഇങ്ങനെ വരും അല്ലേ. അപ്പോൾ ഈ ഒരു പ്രൊഫൈൽ മുകളിലേക്ക് പൊന്തും. അപ്പോൾ ഇവിടെ ആംഗിൾ ഓഫ് എസെൻറ്റ് തീറ്റ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാം പ്രൊഫൈൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഫോളോവർ മുകളിലേക്ക് പോകും. അപ്പോൾ ആ ഒരു ഫോളോവർ റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാം എത്ര ആംഗിൾ തിരിഞ്ഞു അതാണ് ആംഗിൾ ഓഫ് എസെൻറ്റ്. ഓക്കെ, ഒരു ഫോളോവർ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാം എത്ര ആംഗിൾ തിരിഞ്ഞു അതാണ് ആംഗിൾ ഓഫ് എസെൻറ്റ്. ഇപ്പോൾ ആംഗിൾ ഓഫ് ഡിസെൻറ്റ് എന്ന് പറഞ്ഞാൽ തീറ്റ ഡി എന്ന് പറഞ്ഞാൽ ഈ ഫോളോവർ ഇപ്പോൾ മുകളിലാണ്. ഈ ഫോളോവറിനെ താവാൻ വേണ്ടിയിട്ട്, ഫോളോവർ ഇനീഷ്യൽ പൊസിഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ക്യാം എത്ര തിരിഞ്ഞു അതാണ് ആംഗിൾ ഓഫ് ഡിസെൻറ്റ്. ഓക്കെ, ഇനി ഡ്വൽ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാം പ്രൊഫൈലിൽ ഒരു സേർട്ടൻ പോർഷനിൽ റേഡിയസ് സെയിം ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ റേഡിയസ് സെയിം ആവുന്ന സമയത്ത് ഈ ഫോളോവറിന് മോഷൻ ഉണ്ടാവില്ല. റേഡിയസ് മാറുമ്പോഴാണ് ഈ ഒരു ഫോളോവർ മുകളിലേക്കോ താഴേക്കോ ആവുന്നത്. റേഡിയസ് സെയിം ആണെങ്കിൽ ആ ഒരു ഫോളോവറിന് മോഷൻ ഉണ്ടാവില്ല. അതൊക്കെ നമ്മൾ ആ ഒരു ക്യാമിൻ്റെ നോമൻക്ലേച്ചർ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഡ്വൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ആംഗിൾ ഓഫ് ക്യാം റൊട്ടേഷൻ വെൻ ഫോളോവർ ഈസ് സ്റ്റേഷനറി. ഫോളോവർ സ്റ്റേഷനറി ആയിരിക്കുമ്പോഴുള്ള ക്യാമിൻ്റെ റൊട്ടേഷൻ. അപ്പോൾ ഡ്വൽ ആംഗിൾ നിങ്ങൾക്ക് തരും. ഓക്കെ, അത് മിക്കവാറും നിങ്ങൾക്ക് തരിക ഈ തീറ്റ എ, അതായത് ഫോളോവർ റൈസ് ചെയ്തു, പിന്നെ ഡ്വല്ലാണ്, പിന്നെ ഫോളോവർ ഫോളോ ചെയ്തു, അതാണ് ഡിസെൻറ്റ്, ആംഗിൾ ഓഫ് ഡിസെൻറ്റ്. വീണ്ടും ഡ്വല്ല് തരും. അങ്ങനെ 2 ഡ്വല്ല് തരും. ഇപ്പോൾ മിക്കവാറും ഇതുവരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും രണ്ടാമത്തെ ഡ്വല്ല് എന്ന് പറഞ്ഞാൽ റിമൈനിങ് ആംഗിളാണ്, നമുക്ക് ആവശ്യമില്ലാത്തൊരു ആംഗിളാണ്. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആവശ്യം. തീറ്റ എ, തീറ്റ ഡി, ഫസ്റ്റ് ഡ്വൽ ആംഗിൾ, ഇത്രയും നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് അവിടെ തരുന്ന ഡാറ്റാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൈറ്റ് എച്ച്. ഓക്കെ, ക്യാമിൻ്റെ ഇനീഷ്യൽ പൊസിഷനിൽ ക്യാം എത്ര മുകളിലേക്ക് പൊന്തി വന്നു അതേ ഡിസ്റ്റൻസ് തന്നെയായിരിക്കും ആ പൊസിഷനിൽ നിന്ന് താഴത്തേക്ക് അല്ലേ. അപ്പോൾ അതാണ് എച്ച്. അത് നമ്മൾ പറയുന്ന പേര് ലിഫ്റ്റ് അല്ലെങ്കിൽ സ്ട്രോക്ക് എച്ച്, അത് നമുക്ക് തരും. ഓക്കെ, അതുപോലെ ബേസിക് ആയിട്ടുള്ള വേറൊരു കാര്യമാണ് നമ്മളുടെ ക്യാം റേഡിയസ് RC, അതും നമുക്ക് തരും. ഇത്രയും സംഗതി വളരെ ബേസിക്. അത് ക്യാം റേഡിയസ് ആണ്, ഇതാണ്. ഇപ്പോൾ നമ്മൾ ക്യാം നോമൻക്ലേച്ചറിൽ പഠിച്ചിട്ടുണ്ടാവില്ലേ, ബേസ് സർക്കിൾ. ആ ബേസ് സർക്കിളിൻ്റെ റേഡിയസ് ആണ് അവരിവിടെ ക്യാം റേഡിയസ് ആയിട്ട് പറഞ്ഞത്. അതാണ് നമുക്ക് വേണ്ടത്. പിന്നെ നമുക്ക് ഈ സംഗതി കൺസ്ട്രക്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് 3 ഡാറ്റാസ് വേണം. ഒന്ന് ഫോളോവർ, ഓക്കെ, ഒന്ന് മോഷൻ, ഒന്ന് ആക്സിസ്. ഓക്കെ, ഇപ്പോൾ ഫോളോവറിൽ നമുക്ക് 3 ഫോളോവർ ഉണ്ട്.
നൈഫ് എഡ്ജ് ഫോളോവർ, പിന്നെ റോളർ ഫോളോവർ, മറ്റൊന്ന് ഫ്ലാറ്റ് ഫേസ് ഫോളോവർ. നൈഫ് എഡ്ജ് ഫോളോവർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും, റോളർ ഫോളോവർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, ഫ്ലാറ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ ഉണ്ടാവും. ഓക്കെ, പിന്നുള്ളത് മോഷൻസാണ്. ഇപ്പോൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ, യൂണിഫോം വെലോസിറ്റി, യൂണിഫോം ആക്സിലറേഷൻ ആൻഡ് റീട്ടാർഡേഷൻ, അല്ലെങ്കിൽ സിംപ്ലി യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറയും. അത് രണ്ട് ഇതിൽ പറയുന്നു. ഓക്കെ, അപ്പോൾ ഈ SHM, UV, UAR ഇതൊക്കെ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നുള്ളത് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിൽ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യും. ഓക്കെ, ഇനി ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇൻലൈൻ അല്ലെങ്കിൽ ഓഫ്സെറ്റ്. ഇൻലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്യാമിൻ്റെ ആംഗിൾ, ക്യാമിൻ്റെ സർക്കിൾ ഉണ്ടാവും അല്ലേ, ക്യാമിൻ്റെ സർക്കിളിന് ഒരു ആക്സിസ് ഉണ്ടാവും. ഈ സർക്കിളിൻ്റെ ആക്സിസ് തന്നെയാണ് ഫോളോവറിൻ്റെ ആക്സിസ് വരുന്നതെങ്കിൽ അത് ഇൻലൈനാണ്. ഇനി ഓഫ്സെറ്റ് ആണെങ്കിൽ ഉണ്ടാവും. ഇപ്പോൾ നമ്മളൊരു ക്യാം വരച്ചിട്ട് ക്യാമിൻ്റെ ആംഗിൾ, ക്യാമിൻ്റെ ആംഗിൾ അല്ല, ക്യാമിൻ്റെ ആക്സിസ്, ക്യാമിൻ്റെ ആക്സിസിന് വിട്ടിട്ടാണ് ഫോളോവർ വരുന്നതെങ്കിൽ അത് ഓഫ്സെറ്റ്. ഇതാണ് അവർ രണ്ടും തമ്മിലുള്ള വ്യത്യാസം. സോ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഇത് ഏതെങ്കിലും ഒരു മെട്രിക്സിലേക്ക് ഉണ്ടാവുക. ഇപ്പം നൈഫ് എഡ്ജ്, SHM, ഓഫ്സെറ്റ്, റോളർ ഫോളോവർ, UV, ഇൻലൈൻ, റോളർ ഫോളോവർ, UV, ഓഫ്സെറ്റ്, ഫ്ലാറ്റ് ഫേസ്, UAR, ഇൻലൈൻ, അങ്ങനെയൊക്കെ വരാം. ഓക്കെ, സാധാരണഗതിയിൽ ഫ്ലാറ്റ് ഫേസ് വരുമ്പോൾ ഓഫ്സെറ്റ് വരാറില്ല. അതങ്ങനെ ഇതുവരെ ചോദിച്ചിട്ടില്ല, അങ്ങനെ നമുക്ക് തരുമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള സംഗതികൾ. ഇനി ഞാൻ ഡയറക്റ്റായിട്ട് പ്രോബ്ലത്തിലേക്ക് പോവാണ്. അപ്പോൾ ഇനി പ്രോബ്ലം എഴുതുന്നില്ല. പ്രോബ്ലം നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഞങ്ങൾക്ക് അയച്ചുതരാം. അപ്പോൾ ഞാൻ ഇവിടെ ഇയർ ഞാൻ മെൻഷൻ ചെയ്യാം. ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർച്ച് 14 ആണ്. മാർച്ച് 14 വന്നൊരു ക്വസ്റ്റ്യനാണ്. മാർച്ച് 14 8 ബി, 8 ബി ഒരു ക്യാം പ്രൊഫൈലിൻ്റെ ക്വസ്റ്റ്യനാണ്. അതിൽ ഉള്ള കാര്യം ഞാൻ വായിക്കാൻ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. ഡ്രോ ദ പ്രൊഫൈൽ ഓഫ് എ ക്യാം ടു ഗീവ് റെസിപ്രോക്കേഷൻ ഫോർ എ നൈഫ് എഡ്ജ് ഫോളോവർ. അപ്പോൾ ഗിവൺ ഡാറ്റ ഞാനിവിടെ എഴുതാണ്. നൈഫ് എഡ്ജ് ഫോളോവർ, നൈഫ് എഡ്ജ് ഫോളോവർ, ആക്സിസ് ഓഫ് ക്യാം ഷാഫ്റ്റ് പാസസ് ത്രൂ ദ ലൈൻ ഓഫ് സ്ട്രോക്ക് ഓഫ് ഫോളോവർ. ക്യാം ഷാഫ്റ്റിൻ്റെ ആക്സിസ് ഫോളോവറിൻ്റെ ലൈൻ ഓഫ് സ്ട്രോക്കിൽ കൂടിയാണ് പാസ് ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം ഇൻലൈനാണ്, ഓഫ്സെറ്റ് ഒന്നുമില്ല. ഓക്കെ, പിന്നെ ലിഫ്റ്റ് ഓഫ് ഫോളോവർ ഇസ് 30 mm. ലിഫ്റ്റ് അല്ലെങ്കിൽ സ്ട്രോക്ക്, അപ്പോൾ H = 30 mm ഡ്യൂറിങ് 90 ഡിഗ്രി ഓഫ് ക്യാം റൊട്ടേഷൻ. അപ്പോൾ ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു ഫോളോവറിനെ ലിഫ്റ്റ് ചെയ്യാനുള്ള ആംഗിളാണ് θA അല്ലേ. അപ്പോൾ θA = 90 ഡിഗ്രി. പിന്നെ ഡ്വെൽ ഫോർ നെക്സ്റ്റ് 60 ഡിഗ്രി. അപ്പോൾ ഫസ്റ്റ് ഡ്വെല്ല് എത്രയാണ്? 60 ഡിഗ്രി. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ പറയുന്നുണ്ട് ലിഫ്റ്റ് ഓഫ് ഫോളോവർ 30 mm ഡ്യൂറിങ് 90 ഡിഗ്രി ഓഫ് ക്യാം റൊട്ടേഷൻ വിത്ത് സിമ്പിൾ ഹാർമോണിക് മോഷൻ. അപ്പോൾ ഇതിൻ്റെ മോഷൻ നമുക്ക് അവിടെ തന്നെ തന്നിട്ടുണ്ട്, അത് അവിടെ തന്നെ എഴുതിയില്ല. ഓക്കെ, ആ ഡാറ്റ പാർട്ട് തന്നെ ആ ഒരു മോഷൻ നമ്മളവിടെ മെൻഷൻ ചെയ്യാം. പിന്നെ ഡൊല്ലു പറഞ്ഞു. പിന്നെ ഫോളോവർ റിട്ടേൺ ടു ഇറ്റ്സ് ഇനീഷ്യൽ സ്റ്റേറ്റ് വിത്ത് സിമ്പിൾ ഹാർമോണിക് മോഷൻ, സിമ്പിൾ ഹാർമോണിക് മോഷൻ ഡ്യൂറിങ് നെക്സ്റ്റ് 90 ഡിഗ്രി ഓഫ് ക്യാം റൊട്ടേഷൻ. അപ്പോൾ അത് 90 ഡിഗ്രി ഓഫ് ക്യാം റൊട്ടേഷനാണ്, അതും SHM ആണ്, സിമ്പിൾ ഹാർമോണിക് മോഷനാണ്. ഇനി മിനിമം റേഡിയസ് ഓഫ് ക്യാം 50 mm. ഓക്കെ, മിനിമം റേഡിയസ് ഓഫ് ക്യാം RC = 50 mm. ഇത്രയാണ് ഡാറ്റാസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി അറിയേണ്ടത് 2 പോർഷനായിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. ഫസ്റ്റ് വരുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം. ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രത്തിൽ നമ്മൾ ചെയ്യേണ്ടത്, ഇനിയിപ്പോൾ ഏത് മോഷനാണ്, ഞാൻ ഇപ്പം മോഷൻ അനുസരിച്ചിട്ടാണ് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം വരയ്ക്കേണ്ടത്. പക്ഷേ ആദ്യം കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുണ്ട്. ആദ്യം കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. ഇവിടെ ഞാനൊരു ലൈന് നീട്ടി നമ്മളൊരു ലൈൻ ഇവിടെ വരയ്ക്കാം. ഓക്കെ, ഇനി മുകളിലേക്ക് ഈ H 30 mm,
ആ H30 ചെയ്യുമ്പോൾ മുകളിൽ മാർക്ക് ചെയ്യുക, ഈ അറ്റത്ത് മാർക്ക് ചെയ്യുക. അറ്റത്ത് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്താക്കാം, ഈ 90, 60, 90 തീറ്റ എ, ഡെൽറ്റ 1, തീറ്റ ഡി ഇതൊരു മൂന്നും ഇവിടെ മാർക്ക് ചെയ്യുക. തീറ്റ എ 90 ഡിഗ്രിയാണ്, അത് ഞാനിപ്പോൾ സ്കെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ, 45 ആക്കുന്നുണ്ട്. അത് ഇവിടെ ഒരു സ്പേസിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ്. നെക്സ്റ്റ് 60 ഡിഗ്രി, ഇപ്പോൾ 60 ഡിഗ്രി ഞാൻ സ്കെയിൽ ചെയ്യുമ്പം 3 സെൻറ്റിമീറ്റർ. നെക്സ്റ്റ് വീണ്ടും 45. ഓക്കെ, അപ്പോൾ ബാക്കി നമുക്ക് വേണ്ട, ബാക്കി റിമൈനിങ് അതവിടെ പോട്ടെ, അത് നമുക്ക് വേണ്ട ആവശ്യമില്ല. നമ്മളെന്നിട്ട് ഓക്കെ, ഇത്രയാണ് നമുക്ക് വേണ്ട പോർഷൻസ്. ഇനി സിമ്പിൾ ഹാർമോണിക് പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു സെമി സർക്കിൾ വരയ്ക്കണം. ഓക്കെ, സെമി സർക്കിൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹാഫ് എടുത്തൊരു കോമ്പസ് എടുത്ത് വരച്ചാൽ മതി. എൻ്റെ കയ്യിൽ കോമ്പസ് ഇല്ലാത്തത് കൊണ്ട് ഇപ്പം ഞാനിവിടെ ഒരു സെമി സർക്കിൾ വരയ്ക്കുകയാണ്. ഓക്കെ, സെമി സർക്കിൾ വരച്ചിട്ട് ഇവിടെ നിന്ന് പ്രൊട്ടാക്ടർ വെച്ച് 30, 60, 90, 120, 150 ഇത്രയും നമ്മൾ വരയ്ക്കാം. ഓക്കെ, ഇനി നോക്കുക, രണ്ടിലും SHM ആണ് അല്ലേ, അതായത് തീറ്റ എക്കും തീറ്റ ഡിക്കും SHM ആണ്. അപ്പോൾ നമ്മൾ അതിന് ഇത് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്താക്കുക വെച്ചാൽ ഇതിന് നമ്മൾ 6 പാർട്സ് ആക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ 6 പാർട്സ് ആക്കാണ്. നിങ്ങൾ അളവെടുത്തിട്ട് ഈ ഒരു ലൈനിനെ നമ്മൾ 6 പാർട്സ് ആക്കി, അതുപോലെ നമ്മൾ ഇവിടെയും 6 പാർട്സ് ആക്കി. ഇതിന്നൊക്കെ നമ്മൾ മുകളിലേക്ക് ലൈന് വരയ്ക്കുകയാണ്. ലൈന് വരച്ചു. ഇനി നമ്മൾ ആ ഒരു ആംഗിൾ കട്ട് ചെയ്തത് അവിടുന്ന് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ ഇവിടെ വരയ്ക്കുക. കണ്ടോ, ഒക്കെ ലൈറ്റ് ലൈൻസ് വരച്ചാൽ മതി. ഞാനിപ്പോൾ ഇവിടെ പെന്ന് യൂസ് ചെയ്തിട്ടാണ് വരയ്ക്കുന്നത്, അത് നോക്കണ്ട. നിങ്ങൾ പെൻസിൽ യൂസ് ചെയ്തിട്ട് ലൈറ്റ് ലൈൻസ് വരയ്ക്കാം. ഓക്കെ, ഇനി ഇവിടെ 0, 1, 2, 3, 4, 5, 6, 6, 5, 4, 3, 2, 1, 0. ഇനി ഇവിടെ 0, 0, 1, 1 അവിടെ 1 ഡാഷ്, 2, 2 മീറ്റ് ചെയ്യുന്ന 2 ഡാഷ്, 3, 3 മീറ്റ് ചെയ്യുന്ന 3 ഡാഷ്, 4, 4, 4, 4 ഇവിടെ 4, 4 മീറ്റ് ചെയ്യുന്ന 4 ഡാഷ്, ഇവിടെ 5 ഡാഷ്, ഇവിടെ 6 ഡാഷ്. അതേപോലെ 6 ഡാഷ്, 5 ഡാഷ്, 4 ഡാഷ്, 3 ഡാഷ്, 2 ഡാഷ്, 1 ഡാഷ്. നമ്മളിങ്ങനെ ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗമാണ് നമ്മൾ കട്ടിയാക്കേണ്ടത് കേട്ടോ. നമ്മൾ ഈ വരച്ച പ്രൊഫൈലാണ് നമ്മൾ കട്ടിയായിട്ട് നമ്മൾ വരയ്ക്കണം. അപ്പോൾ നമ്മൾ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണേണ്ടത് ഈ ഒരു സാധനമാണ്. ഓക്കെ, അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്യാം പ്രൊഫൈലാണ് വരയ്ക്കേണ്ടത്. പ്രൊഫൈലിനാണ് കോമ്പസ് എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇവിടെ ഒരു സർക്കിൾ വരയ്ക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ പ്രൊഫൈൽ റൗണ്ട് ബേസ് സർക്കിൾ എന്ന് പറഞ്ഞാൽ RC 50 mm ഞാൻ റേഡിയസ് വരച്ച് തീറ്റ എ, ഡെൽറ്റ 1, തീറ്റ ഡി 90 ഡിഗ്രി ഒക്കെ മാർക്ക് ചെയ്ത് ഇവിടെ 6 പാർട്സ് ആക്കിയതിനെ കൊണ്ട് ഇവിടെ 6 പാർട്സ് ആക്കി വരച്ചു. ഓക്കെ, തീറ്റ എനെ 6 പാർട്സ് ആക്കി, തീറ്റ ഡിനെ 6 പാർട്സ് ആക്കി. ഇനി നിങ്ങൾ ചെയ്യുന്നത് പറഞ്ഞാൽ ഈ 1 ഡാഷ് ഉള്ള ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെ നമ്മൾ സ്കെയിൽ വെച്ചെടുക്കുക. ഇവിടെ നമ്മൾ സ്കെയിൽ വെച്ചെടുക്കുക, ആ മെഷർമെൻറ്റ് നമ്മൾ ഇവിടെ ആഡ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ആഡ് ചെയ്ത് പോവാം. അതുപോലെ ഇവിടെ ഇങ്ങനെ ആഡ് ചെയ്ത് പോവാം. ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ച് തീർക്കാം. ഓക്കെ, ഇതാണ് നമ്മളുടെ ക്യാം പ്രൊഫൈൽ. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ, 1, 2, 3 ക്വസ്റ്റ്യൻ കൂടെ ഞാൻ ഇതിൽ പറഞ്ഞുതരാം, അപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും.